വിപണിയിൽ കോഴിയിറച്ചി വില കുതിച്ചുയരുമ്പോഴും കർഷകരുടെ അവസ്ഥ വളരെ വളരെ പരുങ്ങലിലാണ്. വില വർധനവിൽ നേട്ടം ഇടനിലക്കാർക്കും കച്ചവടക്കാർക്കുമാണ്. നിലവിൽ 282 രൂപയാണ് കോഴിവില. ഇതിൽ കർഷകർക്ക് കിട്ടുന്നത് പരമാവധി 120 രൂപ മാത്രം. ഉൽപാദന ചെലവ് കഴിഞ്ഞാൽ മിച്ചം ഒന്നുമില്ലാത്ത അവസ്ഥ, പലപ്പോഴും നഷ്ടവും. കഴിഞ്ഞ ഏതാനും മാസത്തിനിടെ ഒരു ചാക്ക് തീറ്റയ്ക്ക് 350 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ചെറുകിട കോഴി കർഷകരെയാണ്. കോഴികൾക്ക് പ്രീ സ്റ്റാർട്ടർ, സ്റ്റാർട്ടർ, ഫിനിഷർ എന്നിങ്ങനെയാണ് തീറ്റ നൽകുന്നത്. ഒരു ദിവസം മുതൽ ഒരാഴ്ച വരെ പ്രായമുള്ള കോഴികൾക്കാണ് പ്രീ സ്റ്റാർട്ടർ, ഒരാഴ്ച മുതൽ 3 ആഴ്ച വരെ പ്രായമുള്ള കോഴികൾക്ക് സ്റ്റാർട്ടർ, അതിന് മുകളിലേക്കാണ് ഫിനിഷർ നൽകുന്നത്. ഇവയുടെ വിലയിൽ ഫെബ്രുവരിക്ക് ശേഷമാണ് വൻ വർധനവുണ്ടായത്. കോഴിത്തീറ്റയിലെ ചേരുവകൾ, മറ്റ് ധാന്യങ്ങൾ എന്നിവയ്ക്കുണ്ടായ വിലക്കയറ്റമാണ് മാർക്കറ്റിൽ വില കുതിച്ചു വരാൻ കാരണം. പെട്രോളിനും ഡീസലിനും വില കൂടി ഗതാഗത ചെലവ് വർദ്ധിച്ചതും തിരിച്ചടിയായി. തീറ്റ വിലയിൽ മാത്രമല്ല, കോഴിക്കുഞ്ഞുങ്ങളുടെ വിലയും കൂടി. 30 രൂപയ്ക്ക് താഴെ നിന്നിരുന്ന കോഴി കുഞ്ഞുങ്ങളുടെ വില നിലവിൽ 38 രൂപയാണ്. വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കണക്കിലെടുത്ത് 20 മുതൽ 30 രൂപയ്ക്കെങ്കിലും കുഞ്ഞിനെ ലഭിച്ചാൽ മാത്രമേ നഷ്ടമില്ലാതെ പോകാനാകൂ എന്നാണ് കർഷകർ പറയുന്നത്. ഒരു കോഴിക്ക് ഏകദേശം 4 കിലോയോളം തീറ്റ ആവശ്യമാണ്. ഇതിന് തന്നെ 200 രൂപയോളം ആകും. കൂടാതെ മരുന്നിനും മറ്റും ഒരു കോഴിക്ക് 15 മുതൽ 20 രൂപ വേണ്ടിവരും. ഒരു ഇറച്ചിക്കോഴി പാകമാകുമ്പോൾ 250 രൂപയോളമാകും ചെലവ്. ഒരു തൊഴിലാളിക്ക് 25,000 രൂപയിൽ കൂടുതൽ കൂലിയും നൽകണം. രോഗങ്ങൾ മൂലം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നതും നഷ്ടമാണ്. ഇതിനു പുറമെ വൈദ്യുതി ചാർജും അറയ്ക്കാപ്പൊടിയുടെ വിലയും വേറെ നൽകണം. തീറ്റ വിലയും കോഴിക്കുഞ്ഞുങ്ങളുടെ വിലയും കുറയ്ക്കാതെ പിടിച്ചു നിൽക്കാനാവില്ല. ഈ നില തുടർന്നാൽ പലരും കോഴി വളർത്തൽ ബിസിനസ് തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ സർക്കാർ ഇടപെടണം, വില കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. എങ്കിലേ കർഷകർക്ക് രക്ഷയുള്ളൂ.